ഹായ് ഹലോ, ഞാനിന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ കേട്ടോ ഞാനൊരു വ്ളോഗൊക്കെ ചാനലിൽ ഇട്ടിട്ട് ആദ്യമൊക്കെ കുറേ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അതാണ് മെയിൻ റീസൺ. മക്കൾക്ക് ലീവായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് കൊളപ്പുള്ളിയിൽ ഒരു എക്സ്പോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മറിയൻ എക്സ്പോ. അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങിയതാണ്. രാത്രിയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാത്രി ഒരു 8 മണിയോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എൻട്രി ഫീസ് വന്നിട്ട് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും പാടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. കയറി ചെല്ലുമ്പോഴന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു റോബോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റോബോട്ടിനെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അങ്ങനെ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയാൽ ഇത് അതുപോലെ കുറേ മീനുകൾ അക്വേറിയം സെറ്റപ്പ് ഇല്ല അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പലതരം മീനുകളുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളുണ്ട്. ഓരോ മീനിൻ്റെ അവിടെയും പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ എന്താ പേരെന്നുള്ളത്. ഇവിടെ അതൊന്നും കണ്ടില്ല, അങ്ങനെ പേര് എഴുതി വെച്ചിട്ടൊന്നുമില്ല. പലതരത്തിലായിട്ടുള്ള മീനുകളും ഉണ്ട്. അതുപോലെ തന്നെ പാമ്പും പിന്നെ ആമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മീനിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ മത്സ്യകന്യക ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇടയ്ക്ക് ഇതുപോലെ മുകളിലോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആൾ താഴത്തേക്ക് ഇറങ്ങുക. ഓക്സിജൻ എടുക്കാനാണെന്ന് തോന്നുന്നു. സംഭവം എനിക്ക് കറക്റ്റ് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല കേട്ടോ. അർജുനത് അതുപോലെ ടാറ്റയും അതുപോലെ ഫ്ലൈങ് കിസ്സൊക്കെ ആൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലവ് പിടിക്കുന്നുണ്ട്, അതേപോലെ അർജുൻ ലവ് പിടിക്കുന്നുണ്ട് കേട്ടോ. അർജുന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നു. ആ ഒരു ഭാഗത്തുനിന്ന് പിന്നെ കുറച്ചുകൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റോളുകളാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ അധികം നേരം അവിടെ അങ്ങനെ നിന്നില്ല. കളിപ്പാട്ടം കാണുന്നതുകൊണ്ട് തന്നെ അർജു ഭയങ്കര വാശിയൊക്കെ പിടിക്കി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ നീങ്ങുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ സമയം ഇത് 10 മണി വരെ ഉള്ളൂ. അപ്പോൾ പിന്നെ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ക്ലോസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ പിന്നെ ഞങ്ങൾ റൈഡുകളുള്ളിടത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല.
ഈ ഒരു സൈഡിലുള്ള കുതിരയിൽ ഇരുത്താൻ വേണ്ടിയിട്ട് അർജുനെ നോക്കിയിട്ട്, പക്ഷെ അവിടെ ഒരു 3 വയസ്സ് മുതലാണ് കേട്ടോ ഇരുത്തുള്ളൂ. അർജുന് പ്രായമാവാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നീങ്ങി. കുറച്ച് റൈഡുകളൊക്കെ ക്ലോസ് ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ ഞങ്ങൾ നേരെ ഈ ജെയിൻ വീലിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫീസ് കൊടുക്കണം കേട്ടോ. ഒരാൾക്ക് 100 രൂപ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവർ 3 പാടെ ജെയിൻ വീലിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നീട് ഞങ്ങൾ കോട്ടൺ ക്യാൻഡി വാങ്ങാനായിട്ട് പോയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ പോപ്കോണും കോട്ടൺ ക്യാൻഡിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോട്ടൺ ക്യാൻഡിയൊക്കെ വാങ്ങി കഴിച്ചു. ഈ റൈഡുകളുടെ സൈഡിലായിട്ട് തന്നെ ഇതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ബജ്ജികളും അതുപോലെ തന്നെ പാനിപ്പൂരിയും കരിമ്പും ജ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഒരു 10 മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരിമ്പും ജ്യൂസ് കുടിച്ചിട്ട് നേരെ പിന്നെ റിംഗ് ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒക്കെ ക്ലോസ് ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇതും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊരു 10 റിങ് വാങ്ങിയിട്ട് ഞങ്ങൾ ഇതുപോലെ ഇട്ട് നോക്കിട്ടാ, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, ഇതുപോലെ ചെറിയ കുട്ടികൾക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ അതും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചെറുതുരുത്തിയിലേക്കാണ് പോയത്. ഷവർമ കഴിക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഷവർമക്ക് ആ സമയമാകുമ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ബർഗർ ഹൗസിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ ബർഗറും പിന്നെ സാൻഡ്വിച്ചും റാപ്പൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം എടുത്തിട്ട് വരാനായിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പോണ വഴിയിൽ ഗേറ്റിലും പെട്ടു കേട്ടോ. 2 ട്രെയിന് വരാനുണ്ടായിരുന്നു. അർജുന് ഭയങ്കരമായിട്ട് ഹാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിൻ കാണുന്ന സന്തോഷത്തിൽ. കറക്റ്റ് നമ്മളായിരുന്നു കേട്ടോ മുമ്പിൽ. അപ്പോൾ അവന് കറക്റ്റ് അടുത്ത് നിന്ന് തന്നെ കാണുന്ന സന്തോഷം പൊലിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.